നമസ്കാരം. ഇന്ന് ഞങ്ങൾ വാക്യൂം പൗച്ചിനെ കുറിച്ചാണ് അല്ലെങ്കിൽ വാക്യൂം സീലിംഗ് മെഷീനെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എ ടു സെഡ് പാക്കേജിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്യൂം സീലിംഗ് എന്താണ്? വാക്യൂം സീലിംഗ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കടകളിൽ നിന്നെല്ലാം പലപ്പോഴും പല സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള രീതിയിലുള്ള പൗച്ചുകളിൽ നിങ്ങൾ പാക്ക് ചെയ്തു വന്നത് കണ്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും വാക്യൂം സീൽ ചെയ്ത പൗച്ചുകളാണ്. എന്തിനാണ് വാക്യൂം ചെയ്യുന്നത്? ഇപ്പോ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെയുള്ള സീ ഫുഡ് പ്രൊഡക്ട്സ്, അതുപോലെ ചില പ്രത്യേക തരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സുകൾ പാക്ക് ചെയ്യുന്ന സമയത്ത്, അത് സീൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒപ്പം കുറെ വായു കൂടെ അതിന്റെ അകത്ത് കയറി വരുമ്പോൾ, അത് സീൽ ചെയ്യുമ്പോൾ ഈ വായു, അതായത് ഓക്സിജൻ അതിന്റെ ഉള്ളിൽ കുറെ നാൾ നിൽക്കുമ്പോൾ ഇതിലെ ഈ ഉൽപ്പന്നം അത് നശിഞ്ഞു പോകാനുള്ള ഷെൽഫ് ലൈഫ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ അകത്തു നിന്നുള്ള വായു പുറത്തേക്ക് വലിച്ചെടുത്ത് കളയുന്ന രീതിയാണ് വാക്യൂം സീലിംഗ് എന്ന് പറയുന്നത്. അതിന് അകത്തുള്ള മുഴുവൻ ഓക്സിജൻ കണ്ടൻസ് വലിച്ചു കളയുകയും പിന്നെ ചില ബാക്ടീരിയകളെ അത് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പൗച്ചിൽ നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്ന ആ ഉൽപ്പന്നത്തിന് കുറെ നാള് ഷെൽഫ് ലൈഫ് കിട്ടുകയും അത് കുറെ നാള് കേടുവരാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് സാധാരണ വാക്യൂം സീലിംഗ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഉൽപ്പന്നം ഗൾഫ് നാടുകളിലേക്കോ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ കയറ്റി എടുക്കുമ്പോൾ കുറെ നാള് അത് ട്രാൻസിറ്റിൽ ഉണ്ടായിരിക്കും. കപ്പലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഷിപ്പിലെല്ലാം കുറെ സമയം ചിലവഴിക്കേണ്ടി വരുന്നത് കൊണ്ട് ആ സമയത്ത് ഈ ഉൽപ്പന്നം കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാക്യൂം ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ കാലം നമ്മുടെ ഉൽപ്പന്നം കേടുവരാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിനെയാണ് വാക്യൂം പൗച്ച് അതായത് വാക്യൂം സീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ വാക്യൂം ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്യൂമിന് അനുയോജ്യമായ പൗച്ചുകളിൽ തന്നെയാണ് അത് വാക്യൂം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് നിലനിർത്താൻ കഴിയില്ല, അതിന് ഷെൽഫ് ലൈഫ് കിട്ടില്ല. വാക്യൂം ചെയ്യുന്ന പൗച്ചിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് തന്നെ പ്രത്യേകതയുണ്ട്. ഇതിപ്പോ ടൂ ലെയർ മെറ്റീരിയൽ ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എൽ ഡിയുടെ ഗ്രേഡിൽ തന്നെ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ വാക്യൂം ചെയ്യാനുള്ള കൂടുതൽ ക്വാളിറ്റി ഉള്ള, കൂടുതൽ ബാരിയർ ഉള്ള LD ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് ഈ വാക്യൂം പൗച്ചുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് വാക്യൂം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാക്യൂം ചെയ്യുന്നതിന് അതിന് വാക്യൂം പൗച്ച് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൽ എടുത്ത് പറയാനുള്ളത്. സാധാരണ കാഷ്യൂനട്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇതുപോലെ വാക്യൂം ചെയ്തു വരുന്നത്. അത് ചെയ്യുന്നത് ഇതുപോലെയുള്ള വാക്യൂം സീലിംഗ് മെഷീനിൽ വെച്ചാണ്. വാക്യൂം സീലിംഗ് മെഷീന്റെ ഏറ്റവും ചെറിയ മോഡലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ വലിപ്പം കൂടിയതുണ്ട്. ഇതിപ്പോ ടേബിൾ ടോപ്പ് ആണ്, അതിന്റെ വലുതുണ്ട്, ട്വിൻ ചേംബർ ഉണ്ട്, 4 ചേംബർ ഉണ്ട്. ഇങ്ങനെ നമുക്ക് എത്ര പൗച്ചുകൾ ഒരു മണിക്കൂറിൽ ചെയ്യണം എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ അതിന്റെ മെഷീൻ വാങ്ങേണ്ടത്. ചെറുകിട ഉൽപാദകരൊക്കെ ആണെങ്കിൽ, വളരെ ചെറിയ തരത്തിലുള്ള ഒരു ഉൽപാദകരൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ടേബിൾ ടോപ്പ് മെഷീൻ മതിയാവും. ഇതിങ്ങനെ തുറക്കാൻ പറ്റാവുന്ന ഒരു മെഷീനാണ്. ഇതിന്റെ അകത്താണ് ഇതിന്റെ സീലിംഗ്, വാക്യൂം സീലിംഗ് നമ്മൾ വെക്കുന്നത്. ഇതുപോലെയുള്ള ഓപ്പൺ പൗച്ചിൽ ഓക്സിജൻ ഇല്ലാതെ, ബാക്ടീരിയ ഇല്ലാതെ അത് പൗച്ചായി മാറുന്നു. അങ്ങനെ വരുമ്പോഴാണ് ആ സീലിംഗ് പ്രോസസ്, അതിന്റെ വാക്യൂം പ്രോസസ് പൂർത്തിയാകുന്നത്. ഇതൊരു ചെറിയ മെഷീനാണ്. ഇതിന് തന്നെ പല വലിപ്പത്തിലുള്ള നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം എന്നുള്ളതാണ് ഈ നൈട്രജൻ വാക്യൂം സീലിംഗുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മറ്റു വീഡിയോകളെല്ലാം കണ്ടാൽ ഇതുപോലുള്ള മെഷീനറിയെ കുറിച്ചും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങളെ കുറിച്ചും നിരവധി വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ സജ്ജമാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് ഉയർന്നു കിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ നിരന്തരം വാച്ച് ചെയ്യുക. ഇതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.